അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ നോക്കുക, നിങ്ങളെ കുട്ടിയെ നോക്കുക. പള്ളി കമ്മിറ്റിക്കൊന്നും അതിനപ്പുറം ചെയ്യാൻ കഴിയില്ല, മൂല്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂല്യർക്ക് ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള പരിപാടി ഞങ്ങളോട് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, എന്ത് മൂല്യന്മാർ ബാങ്കാണ് കൊടുത്തിട്ട് ജുമാക്ക് ആൾ കുറവാണ് എങ്കിൽ ഒരു ചാട്ടുണ്ട്, എനിക്കുണ്ടാ ചാട്ടം. അതിൽ 1/2 മണിക്കൂർ ചോടി വെള്ളം പറയും. അതാരാ കേൾക്കുക? 11 മണിക്ക് വന്ന് അൽക്കൽ പോതി സ്വലാത്തോതി പിന്നെ ഒന്നും കൂടി സ്വലാത്തോതി അവര് കേൾക്കും, മറ്റൊരു കേൾക്കൂല. മറ്റൊരു അവസാനത്തെ 2ാമത്തെ ഖുത്ബ കഴിഞ്ഞ് കഴിയാൻ നേരത്തെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 2ാമത് പറഞ്ഞാൽ ഒരിറങ്ങിപ്പോവും ചെയ്യും. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഇന്ന് നമ്മളെ അവസ്ഥ. അതിന്റെ അപ്പുറം ചെയ്യാൻ മൂല്യർക്ക് കഴിയില്ല, മൂല്യക്കൊന്നും കഴിയില്ല. ഇത് ഒരു വാപ്പി നോക്കണം, ഒരുമ്മയെ നോക്കണം. അവനവന്റെ മക്കൾക്ക് ദീൻ എന്താണ്, ആലിം എന്താണ്, സമസ്ത എന്താണ്, ഇസ്സത്ത് എന്താണ്, സുന്നത്യമായത് എന്താണ്, അച്ചടക്കം എന്താണ്, മുഅ്മിൻ അല്ലാഹുവിന്റെ സഹായം വരാനുള്ള വഴി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. അതവരെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അവർ എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് മതം പഠിപ്പിക്കണം, എന്താണ് രാഷ്ട്രീയം പഠിപ്പിക്കണം, അതും പഠിപ്പിക്കണം. എന്തൊക്കെയാണ് നമ്മളെ മുൻഗാമികൾ ചെയ്തത്, ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഏത് സംഘടനയാണ് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്, അന്ന് എന്തൊക്കെയാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ, പിന്നെന്താണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ എന്തൊക്കെ നടന്നു, ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു, ആര് നേതൃത്വം നൽകി, ആരൊക്കെയാണ് ജീവാർപ്പണം ചെയ്തത്, ആരൊക്കെയാണ് കഷ്ടപ്പെട്ടത്, ആരൊക്കെയാണ് അധ്വാനിച്ചത് എന്ന് പഠിപ്പിക്കണം. അവരൊക്കെ പരിചയപ്പെടാതെ വന്നാൽ നമുക്കൊന്നും വിലണ്ടാവില്ല. തെർബിയത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബാബക്ക് തങ്ങളുടെ ഗോഡൌണിലേക്ക് പാണ്ഡികശാലയിലേക്ക് കുറച്ച് ആളുകൾ കയറി ചെന്നു. അപ്പോൾ പാണ്ഡികശാലയിലെ വൈകുന്നേരം ഇങ്ങനെ പാണ്ഡികശാലയിൽ വന്ന പൈസ മുഴുവനും, പെട്ടിയിലുള്ള പൈസ മുഴുവനും ഇങ്ങനെ വലിച്ചിട്ട് ബാഫക്ക് തങ്ങൾ എണ്ണിയൊക്കെ വേണ്ടി പറഞ്ഞു. 1936 6,000 ഉറുപ്പിക എടുത്തെടുത്ത് ആ ബാഫക്ക് തങ്ങളെ വിറ്റ് വരുവാരാ. ആ പൈസ എടുത്തൊരു ലാഭവും നഷ്ടമൊന്നുമല്ല, മനസ്സിലായില്ല, ക്യാപിറ്റലും ലാഭവും ആ പൈസ എടുത്തു കൊടുത്ത് എത്ര? 6,000 ഉറുപ്പിക. അന്ന് 1936 ഇന്ത്യയിൽ ഒരു പവൻ പൊന്നിന് 10 ഉറുപ്പിക. അന്നാണ് എത്ര ഉറുപ്പിക കൊടുത്തത് പറയേ? 6,000 കൊടുത്തത്. എന്നിട്ട് ഫക്കീറായി മരിച്ച്. ഇന്നും മക്കൾ ഫക്കീറാണ്, ഇന്നും ബാഫക്ക് തങ്ങളുടെ മക്കൾ. കോഴിക്കോട്ടെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ്റെ മക്കൾ ഇന്നും ഫക്കീറും മിസ്കീനോ. ആരെ മക്കൾ പറയും? ആരെ മക്കൾ? ബാഫക്ക് മിസ്കിമാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കുറച്ചിലാണ്, മിസ്കിമാരാണ്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ്റെ മക്കൾ, കോഴിക്കോട്ടെ ഏറ്റവും കൂടുതൽ കപ്പൽ സാധനം വന്നിട്ട് എന്തേ ആ പൈസ ചെയ്തത്? ആ പൈസ വന്ന് സമുദായം ഉണ്ടാക്കി. എന്നിട്ട് കയ്യിലൊന്നും ഇല്ലാതെ മരിച്ച്. ആര് പറയും? ബാഫക്ക് തങ്ങൾ. മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് നിങ്ങൾ ചെന്നാൽ സീസറുടെ പള്ളിയുണ്ട്. പുഴയൊക്കെ ചെന്നാൽ, വലിയ മാർക്കറ്റിൽ ചെന്നാൽ, വലിയങ്ങാടി ചെന്നാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആരാ പള്ളിയൊക്കെ ഉണ്ടാക്കി? ബാഫക്ക് തങ്ങൾ. വലിയങ്ങാടിയിലെ പള്ളി ഉണ്ടാക്കിയതാരാ? ആര്? ബാഫക്ക് തങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പള്ളി ഉണ്ടാക്കിയതാരാ? ബാഫക്ക് തങ്ങൾ. ആ മനുഷ്യന്റെ മക്കൾ ഇന്ന് മിസ്കിനായി നടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ മക്കൾ ഇന്ന് കോഴിക്കോട് മിസ്കിന്റെ പണിയെടുക്കുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ്റെ മക്കൾ മിസ്കിനായി ജീവിക്കുന്നത്. ഈ സമുദായം ഉണ്ടാക്കി അങ്ങനെ മരിച്ച്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹുക്കൊക്കെ മാഫറത്ത് കൊടുക്കട്ടെ. എടാ, ഇത് നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന് വലിയ തെറ്റെന്താണ്? പൂക്കുവയറ്റങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കട്ടിട്ടല്ല, കുതിരവിട്ടിട്ടല്ല, സമുദായത്തിന് വേണ്ടി. എന്തില്ലേ? മനസ്സിലായോ? പൂക്കുവയറ്റങ്ങൾ കട്ടിയിരുന്നോ? പറയൂട്ടി ഇല്ല. കുതിരവിട്ടോ? ഒന്നുമില്ല. ആരാൻ്റെ പരി കതിക്രമം കയറിയോ? തല്ലും പൊടി ഉണ്ടാക്കിയോ? ഒന്നുമില്ല. മഹാനായ PMS പൂക്കുവയറ്റങ്ങൾ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം ആഴ്ചകളോളം ജയിലിട്ട് എന്തിനു വേണ്ടി? സമുദായത്തിൻ്റെ കൂടെ കാരണത്താൽ. ഇല്ലേ? പറയും മനസ്സിലാക്കി. അവരൊക്കെ ഇനി സമുദായം പടുത്തുയർത്തിയത് അബോധമുണ്ടാകണം. അവരാണ് നമ്മളെ നേക്കന്മാർ. അവരെ പേരെ കുട്ടികളോ മറ്റേ വന്നിറങ്ങിയാൽ അവരിങ്ങനെ വന്നിറങ്ങാൻ വിചാരിക്കേണ്ട. അവരെ വാപ്പന്മാർ കഷ്ടപ്പെട്ട ഈ സമുദായം. അള്ളാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സിലാക്കണം, ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ബാപ്പാക്കാണ്.